അപ്പൊ ഇനി എനിക്ക് കുറച്ച് വീഡിയോസും കൂടി ഈ നോമ്പ് തുറ സമയത്ത് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ബാക്കി കിടപ്പുണ്ട്. സംഭവം എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവ് കൊണ്ട് കാരണം ഞാൻ അപ്ലോഡ് ചെയ്യാൻ പിന്നെ മടി പിടിച്ച് നോമ്പിന്റെ ക്ഷീണമൊക്കെ ആയിട്ട് അങ്ങ് പോയതാണ്. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഇന്നെ നോമ്പ് ദിവസത്തെ വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നത്. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ നോമ്പിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സും പിന്നെയൊക്കെ കുറച്ച് പൊരിപ്പ് ഐറ്റംസ് ഒക്കെ മേടിച്ചു അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കടെ അവിടെ എന്തോ ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പിസ്സ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ജലദോഷം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് മാത്രമേ ജ്യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോമ്പൊക്കെ മുറിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ നേരത്തെ ഓതാൻ കയറുമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഓതലൊന്നും നടക്കാറില്ല. സോ അതുകൊണ്ട് തന്നെ ഓതിട്ട് കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കും ബാക്കി കേൾക്കുമ്പോൾ ഓക്കെയാണ്, എല്ലാ സമയവും കാര്യങ്ങളും എല്ലാം പക്ക ആയിട്ട് പോകും. അപ്പം എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല, എല്ലാ ദിവസവും തിരിഞ്ഞു പറഞ്ഞൊക്കെ വരാറുണ്ട്. എനിക്കില്ലേ ഈ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേനും എഡിറ്റ് ചെയ്യാൻ തന്നെ ഒരു കുട്ട കിടപ്പുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഞാൻ തന്നെ പഠിച്ചോനെ ഇതൊക്കെ ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ എടുത്ത കുറേ വീഡിയോസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഇടുമ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയേണ്ടി വരും. അതാണ് കുഴപ്പം. അപ്പൊ ഇന്നത്തെ നോമ്പ് അൽഹംദുലില്ലാഹ്